ഓ, ഞാനിപ്പോ എഴുന്നേറ്റേ ഉള്ളൂ. എന്ത് വേണം? ഹാങ് ഓവർ മാറുമ്പോ വരാം, അപ്പൊ പറയാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ആർട്ടിസ്റ്റിന് ടൈഫോയിഡ് ആയിട്ട് കുറച്ചു ദിവസമായി. ആർട്ടിസ്റ്റിനോ? ഹെൽപ്പേഴ്സിൽ ആർക്കോ സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഹെൽപ്പർ അവരും ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒന്നാംകിട ആർട്ടിസ്റ്റ്. മുമ്പ് അതിന് ഞാൻ എന്ത് വേണം? അവരെ ഒരു നേഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യണം. സുഖമില്ലാത്തവരൊക്കെ വീട്ടിലയക്കണം. അവർക്ക് വീടില്ല. അതെന്റെ ഉത്തരവാദിത്തമല്ല. രോഗം വന്നാൽ സാമാന്യ ചികിത്സയെങ്കിലും കിട്ടണ്ടേ ഇവിടുത്തെ മനുഷ്യർക്ക്? മരുന്ന് കൊടുത്തു, ലീവും. പിന്നെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് കാണിക്കൂ. വേണ്ട, അത് അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇത്ര സീരിയസ് ആവില്ല. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് വേണം, എക്സ്പെർട്ട് ട്രീറ്റ്മെന്റ്. ഒരു നല്ല നേഴ്സിംഗ് ഹോമിൽ അയക്കണം. പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ കഴുത്തിറക്കുന്ന ബില്ലാണ്, അറിയാമോ? ഏറിയാൽ എത്ര വരും? 11 വർഷം പണിയെടുത്ത വകയിൽ അവർക്ക് എത്ര ശമ്പളം കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ അനന്തൻ? ഇവിടുത്തെ റെക്കോർഡുകൾ നോക്കി ഒന്ന് പറയാമോ? മാനേജർ വാൻഡേജ് ചെയ്യൂ. കൽപ്പന കിട്ടിയില്ലേ? ഇനി സമയം കളയണ്ട. ഇവിടെ സർക്കാർ ആശുപത്രി ഉണ്ടാവും. ഉണ്ടാകുമെന്നല്ല, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവർക്ക് കൂടെ നിൽക്കാൻ ആളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നഴ്സിംഗ് ഹോം. നിങ്ങളൊരു ആംബുലൻസിന് ഏർപ്പാട് ചെയ്യണം. അവരെ റെഡിയാക്കാൻ ഞാൻ കുട്ടികളോട് പറയാം. ഞാനും വരാം. വേണ്ട, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് വരാം. നിങ്ങൾക്കൊക്കെ മോർണിംഗ് പ്രാക്ടീസ് ഉണ്ടല്ലോ. ശരി. വരൂ, 5 മിനിറ്റ് ക്യാൻറ്റീനിലിരിക്കാം. വരൂ. നേഴ്സിംഗ് ഹോമിൽ ഒരാഴ്ചത്തെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അവർക്ക് സുഖമാവും. വേണ്ട, നന്ദി വാക്കൊന്നും പറയണ്ട. ആരായാലും ചെയ്യേണ്ടതാണ് ഇതൊക്കെ. വരൂ. രണ്ട് ചായ. 2 ചായ കൊടുക്ക്. ഇരിക്കൂ. ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്ന ആളാണ് ഞാൻ. ജാനു പറഞ്ഞ ചില കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ച് നേരം വെളുപ്പിച്ചു. കഴിക്കൂ. ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കുന്ന സൗകര്യങ്ങൾ വെച്ചു തരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ മെനക്കെടാറില്ല. എന്റെ തെറ്റ്. പല കമ്പനികളിലും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. പലരുമായും അടുത്തിടപഴകിയിട്ടുണ്ട്. എനിക്ക് ജാനുവിനെ ഇഷ്ടമായി. ഞാനൊരു പരുക്കനാണ്. ഇത് ഇങ്ങനെയൊന്നുമല്ല ഇത് പറയേണ്ടത്. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം പറഞ്ഞാൽ നടുങ്ങരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞു എന്ന നിലയ്ക്ക് തള്ളിക്കളയരുത്. ആലോചിച്ച് പിന്നെ മറുപടി തന്നാൽ മതി. മനസ്സിൽ വെക്കാൻ മാത്രമായി ഇപ്പൊ തന്നെ പറയട്ടെ,
ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. എന്റെ ഭാര്യയെ രാത്രി വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒരു മുതലാളിയോ അവന്റെ തന്തയോ ഇനി പിറക്കണം. ഒരാളുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ല, അത്രയെങ്കിലും കഴിയുമല്ലോ. അതാദ്യം ജാനുവിനോട് പറയാമെന്ന് കരുതി. എന്തെങ്കിലും തോന്നിയാൽ കുനിഞ്ഞിരുന്ന് തല പോയിക്കുക, കണക്ക് കൂട്ടുക. അതെനിക്കറിയില്ല. മരണം കൊണ്ട് കളിക്കുന്ന തൊഴിലാവുമ്പോൾ കൊല്ലങ്ങളോളം ആലോചിക്കുന്നതിലും അർത്ഥമില്ല. ഞാൻ പോട്ടെ. മനസ്സിൽ വെക്കാൻ പറഞ്ഞതാണ്. സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ജാനുവിനെ ഇഷ്ടമായിരിക്കും. ആലോചിക്കൂ. എന്തായിരുന്നു ഭാസ്കരന്റെ ഉപദേശം? ഒന്നുമില്ല. എന്നാലും ഒരുമിച്ച് ചെയ്യാവുന്നതിന് നമ്പറുകളെ പറ്റി എന്തോ പറഞ്ഞു. അത് മുമ്പും പറഞ്ഞതല്ലേ. അവനെ സൂക്ഷിക്കണം. എവിടെ ചെന്നാലും പെമ്പിള്ളാരെ മയക്കലാണ് എന്റെ പണി. ചന്ദ്രേട്ടൻ എങ്ങനെ അറിഞ്ഞു? പലരും പറഞ്ഞു കേട്ടു. നമ്മുടെ ശമ്പളം നിശ്ചയിക്കുന്ന കാര്യം ജാനു പ്രൊപ്പറേറ്ററോട് പറഞ്ഞോ? ചന്ദ്രേട്ടന് പറഞ്ഞൂടെ? പ്രൊപ്പറേറ്ററോട് തന്നെ പറയണം. ജാനു പറഞ്ഞാൽ മതി. നമ്മളൊക്കെ ഒരുമിച്ചാണെന്ന് ജാനു പറഞ്ഞാൽ നടക്കും. ഞാൻ ചെന്ന് കൊഞ്ചു കൊയ്യണോ? ആണുങ്ങളെപ്പോൾ അവരോട് നേർക്ക് നേരെ കാര്യം പറയാൻ ചന്ദ്രേട്ടനാവില്ലെങ്കിൽ എനിക്കതും ചെയ്യേണ്ടി വരും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് നമ്മുടെ സർക്കസും ഷോയും ഒക്കെ ഒന്ന് പരിഷ്കരിക്കണം. അതിനാണ് നിങ്ങളെയൊക്കെ വിളിപ്പിച്ചിട്ടുള്ളത്. പുതിയ ഐറ്റംസ് വേണം. അല്ലെങ്കിൽ ഒരു സർക്കസും മറ്റൊരു സർക്കസും തമ്മിൽ എന്താ വ്യത്യാസം? മോട്ടോർ സൈക്കിളിന് പകരം ജീപ്പ് അടിക്കുന്നതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. എന്ത് വേണമെന്ന് പറയണം. ഞാൻ എന്തും ട്രൈ ചെയ്യാം. എല്ലാരും ആലോചിക്കണം. നെഞ്ചു വെട്ടിപ്പൊളിച്ച് ഹൃദയമെടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ അത് ആടിന്റെ ചങ്കാട എന്ന് കൂവും. അതാ ഈ നാട്ടിലെ ജനം. സ്പ്ലിറ്റ് ഗ്ലോബിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് ആദ്യം അത് പ്രസന്റ് ചെയ്യാൻ കഴിയൂ? വെറും ഗ്ലോബ് അല്ല, സ്പ്ലിറ്റ് ഗ്ലോബ്. അറിയാം, അതത്ര കാര്യമൊന്നുമല്ല. സാധനം ഓർഡർ ചെയ്യണം, ഞാൻ ചെയ്യാം. ഷോ ആണ് കാര്യം. അപകടമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഷോ. ട്രപ്പീസ് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആക്കാം എളുപ്പത്തിൽ. എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. ലൂമിനസ് കളറിലെ ഡ്രസ് കൊടുത്താൽ മതി. റഷ്യൻ സ്റ്റൈൽ. എക്സ്ട്രാ റിസ്ക് ഒന്നുമില്ല. That's fine. കമ്പനി നന്നാവണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഞങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളെന്താ